എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വർഷം മുമ്പ് വീടിൻ്റെ സൺഷെയ്ഡിൻ്റെ കീഴിൽ മുളയിൽ ഒരു കാലിക്കൂട് സെറ്റ് ചെയ്തു വെച്ചിരുന്നു. അധികം താമസിക്കാതെ തന്നെ സെറ്റ് പിരിഞ്ഞു വന്ന ചെറുതേനീച്ചക്കൂട്ടം ഇതിൽ കയറിക്കൂടുകയും ചെയ്തു. എന്തായാലും കൂട് തുറന്ന് കോളനിയുടെ വളർച്ച എത്രയായി എന്ന് നോക്കാം. പതിവ് പോലെ ആക്രമിക്കുന്ന തേനീച്ചകളെ കുപ്പിയിൽ തട്ടിക്കയറ്റി ഭദ്രമായ ഒരിടത്ത് അടച്ചുവെച്ചു. കൂട് തുറന്നപ്പോൾ തന്നെ മുട്ടകൾ കാണുവാനിടയായി. ആവശ്യത്തിന് പൂമ്പൊടിയും കുറച്ച് തേനും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. തുടർച്ചയായി വെയിലുള്ള ദിവസങ്ങളിൽ ചെറുതേനീച്ചക്കൂട് തുറക്കുന്നതായിരിക്കും ഉത്തമം. മുള, തടി ബോക്സുകൾ എന്നിവ കൊണ്ടുള്ള കൂടുകളിൽ കോളനികളുടെ വളർച്ച നല്ലപോലെ കണ്ടുവരുന്നു. ഇനിയും റാണിമുട്ടയുണ്ടോ എന്ന് പരിശോധിക്കണം. അധികം താമസിക്കാതെ തന്നെ 2 മുട്ടകൾക്കിടയിൽ കാണുവാനിടയായി. ഇതിനിടയ്ക്ക് റാണിയെയും കാണുവാനിടയായി. അതുകൊണ്ട് പണി എളുപ്പമായി. 2 തടി ബോക്സുകളിലേക്ക് പിരിക്കുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് തേനും പൂമ്പൊടിയും റാണിമുട്ടയും മുട്ടകളും ചേർത്ത് 2 കൂട്ടിലേക്ക് പിരിച്ചെടുത്തു. തേൻ കൂടുകളിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ പൊട്ടിയൊലിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഉറുമ്പുകൾ കൂടുകൾ ആക്രമിക്കുവാൻ ഇടവരും. കുപ്പിയിൽ പിടിച്ചുവെച്ച തേനീച്ചകളെ 2 ബോക്സുകളിലേക്കും ആവശ്യത്തിന് കുടഞ്ഞ് ഇറക്കുക. മാതൃ കോളനിയിലെ മെഴുക് 2 ബോക്സുകളുടെയും എൻട്രൻസിൽ പുരട്ടിക്കൊടുക്കുക. പിരിച്ച 2 കൂടുകളും മാതൃ കോളനിയുടെ അടുത്ത് ഒരാഴ്ചത്തേക്ക് വെച്ച് കൊടുക്കുക. തേനീച്ചകൾ നല്ലപോലെ 2 കൂടുകളിലും കയറി ഇറങ്ങുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് പരിശോധിക്കുക. പിരിച്ചുവെച്ച കോളനികൾ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാവുന്നതാണ്. കൂട് എടുത്തു മാറ്റുമ്പോൾ രാത്രി സമയങ്ങളിൽ മാറ്റിവെക്കുക. ഇതിൽ ഒരു കൂട് സൺഷെയ്ഡിൻ്റെ മറ്റൊരു ഹുക്കിൽ സ്ഥാപിച്ചു. അടുത്ത കൂട് സ്റ്റാൻഡിൽ വെക്കുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാൻഡിൽ നേരത്തെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. സാരമില്ല, ഒരു സ്റ്റാൻഡിൽ 2 തേനീച്ചക്കൂടുകൾ വെക്കുവാൻ സാധിക്കും. സ്റ്റാൻഡിൽ ഇരിക്കുന്ന തേനീച്ചക്കൂടിൻ്റെ എൻട്രൻസിൻ്റെ എതിർദിശയിൽ പുതിയ കൂടിൻ്റെ എൻട്രൻസ് വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക. കൂടിനുള്ളിലേക്ക് മഴവെള്ളവും അമിതമായ വെയിലും അടിക്കാതെ സംരക്ഷിച്ചു വെക്കുക. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ സമയമായി. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.